ഇതെന്താ നീങ്ങല്ലോ? അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് യൂണിറ്റിയിലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ളത് ഈ പൂളിൽ ഇറങ്ങുന്ന വരെയുള്ള ഒരു കാര്യവും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഫോണും ചാർജിലായിട്ട് ഓഫായി കിടക്കുകയായിരുന്നു. പൂളിൽ നിന്ന് കയറി ഒരു ചായയൊക്കെ കുടിച്ച് അപ്പോഴേക്കും ഡിന്നറിലേക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. Hi, Iku. Iku, say hi. Say hi. ഇന്നത്തെ സ്പെഷ്യൽ. അതെ, എന്താണ് സഫ്ന ഇന്നത്തെ സ്പെഷ്യൽ? പൂളിൽ ഇറങ്ങിയത് കൊണ്ട് എല്ലാവരും നല്ല ടയേർഡായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഫുഡും കഴിച്ച് ഓരോ കഥകളും പറഞ്ഞ് പിന്നെ ഒരു ആക്ടിവിറ്റിക്കും നിന്നില്ല. എല്ലാവരും കിടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ നേരെ ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് പിന്നെയും കുറച്ചേരം കഥകൾ ഓരോന്നും പറഞ്ഞൊക്കെ നിന്ന്. ഹേ എവരിവൺ, ഗുഡ് മോർണിംഗ്. ഉറങ്ങാൻ നേരം വൈകിട്ടുണ്ടെങ്കിലും എണീക്കാൻ നേരം വൈകിയില്ല കേട്ടോ. പെട്ടെന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു. എണീറ്റ് നേരെ ചായ ഒന്നും കുടിക്കാൻ നിന്നില്ല, പൂളിൽ ചാടി. ഇത് വയനാട്ടിലെ കാമന്തം എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് DM ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് പഴം പുഴുങ്ങിയതും പീനട്ട്സും ഉപ്പുമാവും ആയിരുന്നു കേട്ടോ. ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ആക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മൾ നിന്ന റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ടോട്ടൽ 8 or 9 റൂംസ് ആയിരുന്നു ഉണ്ടായിരുന്നത് തോന്നുന്നു കേട്ടോ. നമുക്കിത് കിട്ടിയത് എഫോർഡബിൾ റേറ്റിനായിരുന്നു. സോ എന്തുകൊണ്ടും നമ്മളെല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലേക്ക് ഒന്ന് DM ചെയ്താൽ മതി കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് എടക്കൽ ഗുഹയിലേക്കാണ്. അപ്പോൾ എല്ലാവരും രാവിലത്തെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ആന്റി പറയൂ, നമ്മൾ എവിടേക്കാ പോകുന്നത്? എടക്കലയിലേക്കാണ് പോകുന്നത്. അതെ, കേറുന്നത്. ഇറങ്ങുമ്പോ ഇതില് ഫസ്റ്റ് ആയിരിക്കും. ഞങ്ങൾ എല്ലാവരോടും ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വിചാരിച്ചത് ഇങ്ങനെ കയറി അങ്ങ് നടക്കുക എൻ്റെ വരെ. പക്ഷേ ഞങ്ങൾ ഞെട്ടി. കാരണം ഈ ഒരു കൗണ്ടർ തൊട്ടിട്ടാണ് ശരിക്കും തുടങ്ങുന്നത്.
ഇനി ഇങ്ങനെ ഫോട്ടോ നോക്ക്. ആദ്യം ഇങ്ങോട്ടൊക്കെ അപ്പോൾ ഇനിയാണ് എടക്കൽ ഗുഹയിലേക്കുള്ള സ്റ്റേയേഴ്സ് തുടങ്ങുന്നത്. ഗൈസ് നിങ്ങളിപ്പോ കാണണം ഗൈസ്, ഇതാണ് ഗൈസ്. അക്കു പറയൂ എങ്ങനെയുണ്ട്? അടിപൊളി അഡ്വഞ്ചർ. അതെ അതെ അവിടെ ക്യാമറ ഇവിടെ ഉണ്ട്. ഫൈനലി അങ്ങനെ കുറച്ച് കരച്ചിട്ടാണെങ്കിലും എൻ്റെ വരെ കയറിയിട്ടോ. താഴേക്ക് ഇറങ്ങുമ്പോൾ കയറിയതിന് അത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ. എക്സിറ്റ് വേറെ തന്നെ റൂട്ടാണ്, അത് ഷോർട്ടും ആയിരുന്നു. എടക്കൽ ഗുഹ കയറി ഇറങ്ങിയിരിക്കുന്നു ഗൈസ്. നിങ്ങൾ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും 3 മണി കഴിഞ്ഞിരുന്നു കേട്ടോ. ഇന്നലെ ഫുള്ള് നോൺ വെജ് ആയതുകൊണ്ട് ഇന്നൊന്ന് ചേഞ്ച് ആക്കി. ഇനിയിപ്പോൾ ഞങ്ങൾ ഈ തേയിലത്തോട്ടം കയറി പോകുന്നത് ഒരു ഫാമിലി ഫോട്ടോ എടുക്കാനാണ് കേട്ടോ. ഈ ഒരു ഫോട്ടോ എടുക്കൽ കൂടി കഴിഞ്ഞ് ഇനി ഞങ്ങൾ നേരെ ചുരം ഇറങ്ങും. അവിടുന്ന് ഒരു ചായ. കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചൊരു ട്രിപ്പ് പോകുന്നത്. ഇതിൽ തന്നെ ഒരു 4 പേരെ കുറവുണ്ട്. Gangnam Style. അപ്പോൾ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ ഈ ഒരു സെക്കൻഡ് പാർട്ടോട് കൂടി എൻഡ് ആയിരിക്കുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ്.